നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? ഫ്രാക്ഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രാക്ഷൻസ്. അതില് ഇക്വാലന്റ് ഫ്രാക്ഷൻസ് നമ്മൾ പറഞ്ഞു അല്ലേ? ഇക്വാലന്റ് ഫ്രാക്ഷൻസ് പറഞ്ഞു. ഫ്രാക്ഷൻസിൽ നമ്മൾ എങ്ങനെ ഏത് മെത്തേഡിലാണ് നമ്മൾ ഫ്രാക്ഷൻ എഴുതുന്നത്? എ ബൈ ബി. അതിൽ എനെ എന്ത് പറയും? എനെ പറയും ന്യൂമറേറ്റർ, ബിനെ പറയും ഡിനോമിനേറ്റർ. ഇനി കുറച്ച് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് ടൈപ്സ് ഫ്രാക്ഷൻസ് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഇക്വാലന്റ് ഫ്രാക്ഷൻ, അതായത് ഒരു ഫ്രാക്ഷന്റെ വാല്യൂ മാറാതെ അത് സെയിം വാല്യൂ ഉള്ള വേറെ ഫ്രാക്ഷൻസ് എഴുതുന്നതിനാണ് നമ്മൾ ഇക്വാലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇക്വാലന്റ് ഫ്രാക്ഷൻസ് കിട്ടും. നെക്സ്റ്റ് ഫ്രാക്ഷൻ like fraction. എന്തായിരിക്കും ലൈക്ക് ഫ്രാക്ഷൻസ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എക്സാമ്പിൾ പറഞ്ഞുതരാം. ലൈക്ക് ഫ്രാക്ഷൻസിന് എക്സാമ്പിൾ 2/10, 5/10, 7/10, 9/10, 3/10. ഇതൊക്കെയാണ് ലൈക്ക് ഫ്രാക്ഷൻസ്. എന്താണ് ലൈക്ക് ഫ്രാക്ഷൻസ്? ഇത് നോക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത് നോക്കുമ്പോ? 2/10, 5/10, 7/10, 9/10, 3/10. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇതിനകത്ത്? ഈ എല്ലാ ഫ്രാക്ഷൻസിനകത്തും എന്താ സായി കൃഷ്ണക്ക് എന്തോ പറയാനുണ്ടല്ലോ? എന്തോ? ഒന്നും പറയാനില്ലേ? കഷ്ടം തന്നെ. ഗ്രേസിന് എന്തെങ്കിലും പറയാനുണ്ടോ? തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ ഇത് കാണുമ്പോ? മുഹമ്മദേ, എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ പഠിച്ചതിന് കുറച്ചൊരു ഓർമ്മക്കുറവുണ്ട്. കുറച്ചൊരു ഓർമ്മക്കുറവുണ്ട്. ഓർമ്മക്കുറവെല്ലാം മരുന്ന് ഞാൻ തന്നേക്കാം. തോന്നുന്നുണ്ടോ ഇതെല്ലാം കാണുമ്പോ? 2/10, 5/10, 7/10, 9/10, 3/10 എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എനിക്ക് തോന്നുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ടേബിളോ? ഇവിടെയോ? അങ്ങനെ ഇങ്ങനെ ഇത് 2 കൊണ്ട് എങ്ങനെ? ഓക്കെ, ഷഹബാസിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഷഹബാസേ ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ആർക്കും ഒന്നും തോന്നുന്നില്ല അല്ലേ? ഓക്കെ, നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. കഴിഞ്ഞ വർഷം പഠിച്ചതായിരിക്കും. ഇതെല്ലാം ഓഡ് നമ്പർ ആണോ? അല്ല, അതൊന്നും അല്ല ഇതിന്റെ പ്രത്യേകത. ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് വെച്ചാല് ഇതിന്റെ എല്ലാം ഡിനോമിനേറ്ററിന്റെ പ്രത്യേകത നോക്കിയേ. ഇതിന്റെ എല്ലാം ഡിനോമിനേറ്ററിന്റെ പ്രത്യേകത എന്താ? എല്ലാം 10 ആണല്ലേ? അല്ലേ? ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 10. ന്യൂമറേറ്ററോ 2, 5, 7, 9, 3.
അപ്പൊ എന്താ പ്രത്യേകത? ന്യൂമറേറ്റേഴ്സ് ആർ ഡിഫറെന്റ്, ഡിനോമിനേറ്റേഴ്സ് ആർ സെയിം. ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? ലൈക്ക് ഫ്രാക്ഷൻസ്. എന്താ? ന്യൂമറേറ്റേഴ്സ് are different and denominators are same. Denominators same ഉം numerators different ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈക്ക് ഫ്രാക്ഷൻസ്. വേറെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. 2/20, 3/20, 4/20, 6/20, 11/20, 17/20. ഇതിന്റെ എല്ലാ ന്യൂമറേറ്റേഴ്സ് എന്താ? ഡിഫറെന്റ് ആണ്. 2, 3, 4, 6, 7, 11, 17. ഡിനോമിനേറ്റേഴ്സോ എല്ലാം സെയിം ആണ്, എല്ലാം 20 ആണ് വരുന്നത്. സോ ഫ്രാക്ഷൻസ് ഹാവിംഗ് same denominators and different numerators are called like fractions. Fractions having same denominators and different numerators are called like fractions. ഇപ്പൊ മനസ്സിലായോ എന്താ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടൈപ്പ് എന്തായിരിക്കും? ലൈക്ക് ഫ്രാക്ഷൻസ് ഒരു ടൈപ്പ്. നെക്സ്റ്റ് അൺലൈക്ക് ഫ്രാക്ഷൻസ്. ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് വെച്ചാൽ ന്യൂമറേറ്റേഴ്സ് ഡിഫറെന്റും ഡിനോമിനേറ്റേഴ്സ് സെയിം. അങ്ങനെയാണെങ്കിൽ അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്തായിരിക്കും? അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്താ? അതുൽ ഇപ്പൊ കാണിച്ചത് ഒന്നുകൂടി കാണിക്കോ? ഇപ്പൊ കാണിച്ചത് നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? ഓക്കെ, എന്നാൽ എല്ലാരും ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് നോട്ടിലേക്ക് എഴുതിയെടുത്തോ. ഇതേപോലെ തന്നെ ഒരു പേജിൽ എഴുതി വെച്ചോ. ലൈക്ക് ഫ്രാക്ഷൻസ് എന്നിട്ട് അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് 2/10, 5/10, 7/10, 9/10, 3/10 എഴുതാം. അതിന് താഴെ ന്യൂമറേറ്റേഴ്സ് ആർ ഡിഫറെന്റ്, ഡിനോമിനേറ്റേഴ്സ് ആർ സെയിം എന്ന് ഒരു ബോക്സിനകത്ത് എഴുതി വെക്കുക. എന്നിട്ട് അതിന് താഴെ പിന്നെയും കുറച്ച് എക്സാമ്പിൾസ് കൂടി എഴുതി വെക്കുക. നോട്ടിനകത്ത് എഴുതി വെച്ചു. ലൈക്ക് ഫ്രാക്ഷൻസ്. ഓ കഴിഞ്ഞോ? ഓക്കെ, ബാക്കിയുള്ളവർ കൂടി എഴുതട്ടെ. പെട്ടെന്ന് എഴുതിയെടുത്തോ. എന്താണ് ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് വെച്ചാല്? ലൈക്ക് ഫ്രാക്ഷൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ന്യൂമറേറ്റേഴ്സ് ഡിഫറെന്റും ഡിനോമിനേറ്റേഴ്സ് സെയിമും. അൺലൈക്ക് ഫ്രാക്ഷൻസിന് എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. 2/5, 3/7, 8/11, 10/25, 13/50. These are unlike fractions. These are unlike fractions. എന്താ unlike fractions? എന്താ മുഹമ്മദേ? ഇത് എഴുതിക്കോ. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എഴുതിയാൽ മതി. എന്താ unlike fractions? പറയട്ടെ, എന്താ unlike fractions എന്ന്? ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനാണ് അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയാം. ഇവിടെ ന്യൂമറേറ്റേഴ്സ് എല്ലാം ഡിഫറെന്റ് ആണ്.
ഡിനോമിനേറ്റേഴ്സും എല്ലാം ഡിഫറെന്റ് ആണ്. സോ ന്യൂമറേറ്റേഴ്സ് ആർ ഡിഫറെന്റ് and denominators are also different. Okay. ഇത് നോട്ടിനകത്തേക്ക് എഴുതി വെച്ചു. അൺലൈക്ക് ഫ്രാക്ഷൻസിന് ഹെഡിങ് എഴുതുക, എന്നിട്ട് ഈ എക്സാമ്പിൾ എഴുതുക. ന്യൂമറേറ്റേഴ്സ് ആർ ഡിഫറെന്റ്, ഡിനോമിനേറ്റേഴ്സ് ആർ ഡിഫറെന്റ് എന്ന് എഴുതുക ബോക്സിനകത്ത്. എന്താ ജോസി? ഇപ്പൊ കേറിയതുള്ളൂ, അതുകൊണ്ട് അൺലൈക്ക് ഫ്രാക്ഷൻ മുന്നേ പഠിപ്പിച്ചൊന്നും അറിയത്തില്ല. അത് സാരമില്ല, മോള് യൂട്യൂബ് ക്ലാസ് ഒന്ന് കേട്ടാൽ മതി. ഇത് ജസ്റ്റ് നോട്ട് ബുക്കിൽ ഒരു പേജിൽ എഴുതിക്കോട്ടോ. രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, ലൈക്ക് ഫ്രാക്ഷൻസും അൺലൈക്ക് ഫ്രാക്ഷൻസും. ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് വെച്ചാൽ ന്യൂമറേറ്റേഴ്സ് ആർ ഡിഫറെന്റ്, ഡിനോമിനേറ്റേഴ്സ് ആർ സെയിം. അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് വെച്ചാൽ ന്യൂമറേറ്റേഴ്സ് ആർ ഡിഫറെന്റ്, denominators are also different. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് ഫ്രാക്ഷൻസ് നമ്മൾ പറഞ്ഞു. അടുത്ത ടൈപ്പ് ലൈക്ക് ഫ്രാക്ഷൻസും പറഞ്ഞു, അൺലൈക്ക് ഫ്രാക്ഷൻസും പറഞ്ഞു. നെക്സ്റ്റ് പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ